പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവൻ ഒറ്റ ഒരു ദിവസം ഞങ്ങൾ കളിക്കാൻ പോകുന്ന സ്ഥലം ആൽവിൻസ് ബാഡ്മിന്റൺ അക്കാദമിയാണ്. കല്ലൂർ സ്റ്റേഡിയത്തിന്റെ അകത്ത് തന്നെയാണ്. സാറ് വേണമെങ്കിൽ ഹലോ, കഴിഞ്ഞ 8 മാസമായി സ്ഥിരമായി ബാഡ്മിന്റൺ കളിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ജിമ്മിൽ വെറുതെ കാണിച്ചൊരു കുന്തളിപ്പിന്റെ പേരിൽ കൈക്ക് ഇഞ്ചറിയും പറ്റി ഒരുപാട് ദിവസം. എല്ലാവർക്കും നമസ്കാരം. ഈ അക്യുപഞ്ചർ എന്ന് പറയുന്ന ചികിത്സാ രീതിയെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് നേരെ വിഷയത്തിലോട്ട് പോകാം. Acupuncture is a traditional Chinese medicine practice where 5 needles are inserted into specific body points. Acupoints to balance vital energy for pain relief and overall wellness. Commonly used for back pain, headache. Through its scientific mechanism, involves nerve system effect, not just energy flow. It's generally considered safe with mild side effect when performed by a professional using sterile needle, but risks like infection or organ damage are rare but possible. വല്ല മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. ഇതിന്റെ മലയാളമായി കേട്ടോ. എന്ത് എഴുതി വെച്ചിരിക്കുന്നത്? അക്യുപഞ്ചർ എന്നത് ശരീരത്തിലെ പ്രത്യേക ഭാഗങ്ങളിൽ നേർത്ത സൂചികൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പരമ്പരാഗത ചൈനീസ് ചികിത്സാ രീതിയാണ്. ഇതിലൂടെ വേദന കുറയ്ക്കാനും ശരീരത്തിലെ ഊർജ്ജ പ്രവാഹം സന്തുലിതമാക്കാനും സാധിക്കുന്നു. തലവേദന, പുറംവേദന തുടങ്ങിയ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് ഫലപ്രദമാണ്. പലപ്പോഴും മറ്റ് ചികിത്സകളോടൊപ്പം അനുബന്ധ ചികിത്സയായി ഇത് ഉപയോഗിക്കുന്നു. ഇതാണ് അക്യുപഞ്ചർ. ഈ അക്യുപഞ്ചർ എന്ന് പറയുന്ന ഈ ടീംസ് ഈ വീട്ടിലെ പ്രസവമൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ടീംസ് ആണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെ മോശമാണ്. നിങ്ങൾ വീട്ടിലെ പ്രസവം ഒന്ന് ദയവ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യില്ല. നമുക്ക് വീട്ടിലെ ഊണ് പ്രൊമോട്ട് ചെയ്യാം, അത് അത്യാവശ്യം നല്ലതാണ്. പക്ഷെ വീട്ടിലെ പ്രസവം ഒന്നും പ്രൊമോട്ട് ചെയ്യില്ല. ചില ആൾക്കാർ ഇപ്പോഴും ഭാര്യമാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രസവിപ്പിക്കാണ്ട് വീട്ടിൽ വെച്ച് പ്രസവം എടുത്ത് അങ്ങനെ മരണപ്പെട്ടു പോയ കേസുകൾ അടക്കമുണ്ട്. നമ്മൾ എത്രയോ വീഡിയോസ് റിയാക്ട് ചെയ്തിരിക്കുന്നു. വേറെ മലപ്പുറം സൈഡ്, കോഴിക്കോട് സൈഡിലൊക്കെ ഇങ്ങനത്തെ ഇൻസിഡന്റ് നടക്കാറുണ്ട്. കുറെ വിവരദോഷികളായ ഭർത്താക്കന്മാർ ഭാര്യയെ മറ്റേ ഡോക്ടർ പോലും കാണാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി വെച്ച് സ്വന്തമായിട്ട് പ്രസവം എടുത്ത് മൂഞ്ചുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഇത്തരം പ്രവൃത്തികളെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല കേട്ടോ. ഓക്കെ, നമുക്ക് നേരെ വിഷയത്തിലോട്ട് വീണ്ടും കറങ്ങി തിരിഞ്ഞു വരാം. ഈ അക്യുപഞ്ചർ ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയ സമയത്ത് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ പുറം വേദന, മുട്ടുവേദന, കാലുവേദന, കൈവേദന തുടങ്ങിയ മറ്റു പല വേദനകൾക്കും ഉള്ള ഒരു ചികിത്സാ രീതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ നമ്മുടെ ഗ്രീഷ്മ ബോസിന്റെ ഭർത്താവായിട്ടുള്ള അഖിലെണ്ണം വന്നിട്ട് ഈ സംഭവത്തിനൊന്ന് പ്രൊമോട്ട് ചെയ്തായിരുന്നു. അഖിൽ വിദ്യാധർ അദ്ദേഹം വന്നിട്ട് ഇതൊന്ന് പ്രൊമോട്ട് ചെയ്ത് ഇപ്പൊ ഏതാണ്ട് ഏറിൽ പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ പ്രൊമോട്ട് ചെയ്ത രീതി വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് യോജിപ്പില്ല. വേറെ ഒന്നുമല്ല, കള്ളം പറഞ്ഞ് പറ്റിച്ചും കൊണ്ടുള്ള ഒരു പ്രൊമോഷൻ രീതിയായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന. അങ്ങനെ എത്രയോ ദിവസം കൊണ്ട് വേദന കൊണ്ട് പൊളഞ്ഞിരിക്കുമ്പോഴാണ് അങ്ങനെ ഈ സ്ഥാപനത്തിൽ പോയിട്ട് അക്യുപഞ്ചർ അടിച്ചത്, അങ്ങനെയാണ് അങ്ങനെ രക്ഷപ്പെട്ടതെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ വേദന കൊണ്ടൊന്നും പൊളയുന്നില്ലായിരുന്നു എന്ന് അങ്ങനെ കൂടെ ബാഡ്മിന്റൺ കളിക്കുന്ന ആൾ പറഞ്ഞിടേ, ആ സ്ഥിതിക്ക് തേഞ്ഞില്ലേ, അത് കള്ളമല്ലേ, നാട്ടുകാരെ കള്ളം പറ്റിച്ചുകൊണ്ട് പൈസയ്ക്ക് വേണ്ടി പ്രൊമോഷൻ ചെയ്തല്ലേ. പ്രത്യേകിച്ച് ഞാൻ പണ്ടേ പറയും, ഈ മറ്റേ അവന്മാരെ പരസ്യം കണ്ടും കൊണ്ട് കൂടും കൊടുക്കുക എടുത്തോണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ മൂഞ്ചിത്തേയും. നാളെ ഞാൻ വന്നിട്ട് എന്തെങ്കിലും ഒരു ഗീരവത്തെടുത്ത് പ്രൊമോട്ട് ചെയ്താൽ കൂടി നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ തേഞ്ഞൊട്ടും. അതുകൊണ്ടാണ് ഞാൻ ആരെ പ്രൊമോട്ട് ചെയ്യാണ്ട് മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ മതി. അല്ലാണ്ട് ഇനിയിപ്പം കൂടുതൽ ആക്രാന്തം കാണിച്ച് നാട്ടുകാരെ മോഞ്ചിച്ചുകൊണ്ട് എനിക്ക് പൈസ ഒന്നും വേണ്ട. ഞാൻ അങ്ങനെ എങ്ങാണ്ട് എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 100% ശരിയെന്ന് എനിക്ക് തോന്നിയാൽ മാത്രമേ ഞാൻ പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. അല്ല 99.9 നിർത്തി കയ്യാലപ്പുറത്ത് തേങ്ങ നിർത്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യത്തില്ല. ഇഷ്ടംപോലെ പ്രൊമോഷൻ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം ചിരിച്ചുകൊണ്ട് ഹാൻഡിൽ ചെയ്താണ് വിടാറ് പതിവ്. വേറെ ഒന്നും കൊണ്ടല്ല. നാളെ അതിൻ്റെ പിന്നാലെ എന്തെങ്കിലും വള്ളി വന്നു കഴിഞ്ഞാൽ എൻ്റെ നെഞ്ചത്തിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കും. കാരണം ഞാനൊരു സാധനം പ്രൊമോട്ട് ചെയ്ത് അവിടെ നിന്ന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ നാളെ നിങ്ങൾ എന്നെയല്ലേ പറയത്തുള്ളൂ. അങ്ങനെ ഇനിയിപ്പോൾ എന്നെ ചൂണ്ടിക്കാണിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വെറുതെ ഇരിക്കുന്നത്. ഞാൻ കാരണം ഇനിയിപ്പോൾ ആരും തേഞ്ഞൊട്ടണ്ട. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊമോഷനും കോപ്പിലെ പരിപാടിയൊന്നും ചെയ്യാതെ മര്യാദയ്ക്ക് ഇരിക്കുന്നത്. എന്തായാലും ഗ്രീഷ്മ ബോസിന്റെ ഹസ്ബൻഡായ അഖിൽ വിദ്യാധർ പ്രൊമോട്ട് ചെയ്ത പ്രൊമോഷൻ ഒന്ന് കാണാം. ഹലോ, കഴിഞ്ഞ 8 മാസമായി സ്ഥിരമായി ബാഡ്മിന്റൺ കളിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ജിമ്മിൽ വെറുതെ കാണിച്ചൊരു കുന്തളിപ്പിന്റെ പേരിൽ കൈക്ക് ഇഞ്ചറിയും പറ്റി ഒരുപാട് ദിവസം എനിക്ക് കളിക്കാതിരിക്കേണ്ടി വന്നു. വേദന ഒട്ടും മാറാതായപ്പോൾ ഗ്രീഷ്മയുടെ ഫ്രണ്ട് മുമ്പ് ട്രീറ്റ്മെന്റ് എടുത്തിരുന്ന ഒരു ക്ലിനിക്കിലേക്കാണ് ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം ഈ ഒരു ബോർഡ് അവിടെ കണ്ടതുകൊണ്ടാണ്. ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല രോഗങ്ങൾക്കും ഇവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഡോക്ടർ. എന്റെ വേദന 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിത്തരാന്ന് പറയുമ്പോൾ സത്യത്തിൽ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ ഫസ്റ്റ് ഡേ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ കൈയുടെ വേദന 1/4 കുറഞ്ഞിട്ടുണ്ടായിരുന്നു. വിട്ടുമാറാത്ത വേദന ഉള്ളവർക്ക് ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഡീറ്റോക്സിഫിക്കേഷനും, ട്രൈ കപ്പും, ഒഴിച്ചിലും സ്റ്റീം ബാത്തും അടങ്ങുന്ന പാക്കേജിന് ഇവിടെ വെറും 1500 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ
ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിംഗ് ആയിട്ടുള്ള കൈറോപ്രാക്ടിക് ട്രീറ്റ്മെന്റും ഇവിടെയുണ്ട്. മെയിൽ ആൻഡ് ഫീമെയിൽ ഡോക്ടേഴ്സിന്റെ സർവീസ് അവൈലബിൾ ആണ്. ഇവരുടെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. വേദനയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്തേക്കും. ട്രീറ്റ്മെന്റും കഴിഞ്ഞ് 3 ദിവസം റെസ്റ്റും കഴിഞ്ഞ് ഞാൻ വീണ്ടും കളിക്കാൻ കയറിയിട്ടുണ്ട്. എനിക്കിപ്പോൾ എൽബോ സപ്പോർട്ടൊന്നും ഇല്ലാതെ സുഖമായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഈ ക്ലിനിക്കിന്റെ ലൊക്കേഷൻ വരുന്നത് ആലുവയിൽ നിന്ന് നോർത്ത് പറവൂരിലേക്ക് പോകുമ്പോൾ മന്നം ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് മെഡിസിന ആയുർവേദിക് ക്ലിനിക്. ഓക്കെ, അണ്ണൻ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുത്തതോടെ അണ്ണൻ ഇപ്പം സുലഭമായിട്ട് കളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എൽബോ പെയിൻ ഒന്നും ഇല്ല എന്നാണ് അണ്ണൻ പറയുന്നത്. ഓക്കെ, നല്ല കാര്യം. അങ്ങനെ എൽബോ പെയിൻ ഒന്നും ഇല്ലെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അണ്ണന്റെ ഈ പ്രൊമോഷൻ അത് വലിയ വിഷയമായി. വേറെ ഒന്നുമില്ല, അണ്ണൻ അതിന് പറയത്തക്ക പ്രശ്നമൊന്നും ഇല്ലെന്നും പറഞ്ഞും കൊണ്ട് ഒരു ഡോക്ടർ രംഗത്ത് വന്നടേ. ഡോക്ടർ രംഗത്ത് എന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ എന്തിനാണ് അണ്ണൻ ഇങ്ങനെ ഉടായ്പുള്ള കാണിച്ച. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, അണ്ണൻ വീഡിയോ മുക്കിയെന്നും ചിലർ പറയുന്നുണ്ട്. ഞാൻ അതിലോട്ട് വരാം. അതിൽ വരും മുന്നേ പറയട്ടെ, നമ്മൾ ഏതോ ഒരു ഡെന്റിസ്റ്റ് കൈസിനെ കോണ്ടാക്ട് ചെയ്തിട്ട് കൈസലിയ അതിലൊരു പ്രശ്നമുണ്ട്, ആ അണ്ണൻ പറയുന്നത് തെറ്റാണ്, അണ്ണൻ അങ്ങനെയല്ല, ആ അണ്ണൻ പറയുന്നത് മറ്റേ രീതി ശരിയല്ല എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ അക്യുപഞ്ചർ രീതിയിൽ ക്യാൻസറിന് വരെ ട്രീറ്റ്മെന്റ് ഉണ്ടെന്നാണ് അവർ പറയുന്നതെന്നാണ് പറയുന്നത്. എനിക്കറിയാൻ പാടില്ല, ക്യാൻസറൊക്കെ ഇപ്പൊ അക്യുപഞ്ചർ വഴി ട്രീറ്റ്മെന്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്ത് രക്ഷപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ. പക്ഷെ രക്ഷപ്പെടാതെ മരിച്ചുപോയ ഒരാളുണ്ട്, അയാളെ പറ്റിയിട്ട് നമുക്ക് തുടർന്ന് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അതുകൊണ്ട് അങ്ങനത്തെ സാഹചര്യങ്ങളും നടക്കാറുണ്ട്. അപ്പൊ ചോദിക്കും, അക്യുപഞ്ചറിൽ മാത്രമാണോ ക്യാൻസർ പേഷ്യന്റ് മരിച്ചിട്ടുള്ളത്, വേറെ അല്ലാണ്ട് മെഡിക്കൽ കോളേജിലൊക്കെ വെച്ചിട്ട് മരിച്ചിട്ടില്ല? ഓഫ് കോഴ്സ് എല്ലാ ട്രീറ്റ്മെന്റ് എല്ലാവർക്കും വലിക്കണമെന്നൊന്നുമില്ല. എങ്കിലും അക്യുപഞ്ചർ രീതി കാരണം മരിച്ചു പോയെന്ന ഒരു വ്യക്തി പറയുന്ന സ്ഥിതിക്ക് നമുക്കത് കാണിക്കണമല്ലോ. എന്തായാലും കൈസിനെ വിളിച്ചിട്ട് സംസാരിച്ച ഡെന്റിസ്റ്റ് ആയിട്ടുള്ള ആ ഡോക്ടർ ലേഡി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. പ്രത്യേകിച്ച് അവര് ഈ ഡെന്റിസ്റ്റുമാണ്, അതുപോലെ ക്യാൻസർ ട്രീറ്റ്മെന്റിലൊക്കെ എന്തൊക്കെയോ റിസർച്ച് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അത്യാവശ്യം സെറ്റപ്പ് ടീമെന്നാണ് പറയുന്നത്. എനിക്കറിയാൻ പാടില്ല, കൈസിന്റെ വീഡിയോയിലാണ് വോയിസ് കണ്ടത്. നമുക്ക് നോക്കാം എന്താണ് ആ ഡോക്ടർ കുട്ടി പറയുന്നതെന്ന്. ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. കൈസ് ആണോ? അതെ അതെ, പറഞ്ഞോളൂ. ഓക്കെ സർ, അപ്പൊ ഞാനും എന്റെ പേര് കൊച്ചിന്നാണ് ഞാൻ. അപ്പോ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. അതായത് ഈ അഖിൽ എന്ന് പറയുന്ന ആള്, ഞാൻ ബാഡ്മിന്റൺ കളിക്കാൻ പോകുന്ന സെയിം ബാഡ്മിന്റൺ കോർട്ടിലാണ് പോവാറ് ആള്. അതേ സ്ലോട്ടിലാണ്, നമ്മുടെ ഗ്രൂപ്പിലാണ് ആള് കളിക്കാൻ വരുന്നത്. ഞാൻ അറിയുന്ന ആളും കൂടിയാണ്. അപ്പോ ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ വുഡ് നോട്ട്, ഇപ്പൊ ഞാൻ ഈ മെഡിക്കൽ ഫീൽഡ്, ഞാൻ ഡെന്റിസ്റ്റ് ആണ്. ഡെന്റിസ്റ്റ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഐ ഓൾസോ സ്റ്റഡീഡ് ഇൻ മെഡിക്കൽ ലോ, റിസർച്ച് ആൻഡ് ബയോ എത്തിക്സ്, ആൻഡ് ഐ കീപ് അപ്ഗ്രേഡിങ്. ഐ ദെൻ വർക്ക്ഡ് ഇൻ ക്യാൻസർ റിസർച്ച് ആൻഡ് എവറിഥിങ്. സോ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു രീതിയിലും പറ്റില്ല. ഇപ്പൊ ഹി കൺഫ്രണ്ടഡ് മീ ലേറ്റ്ലി അബൌട്ട് ഇറ്റ്. അതിലേക്ക് ഞാൻ വരാം. ഇവൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ, അതായത് ഒരു വിഷമിച്ചിരിക്കണത്, പിന്നെ ബാഡ്മിന്റൺ കളിക്കാൻ പറ്റിയില്ല, എന്നിട്ട് അത് പച്ച കള്ളമാണ്. ഇവൻ മുടങ്ങാതെ ബാഡ്മിന്റൺ കളിക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ ഈ ചികിത്സയിലായ സമയത്ത് എങ്ങനെ, സോ ദിസ് സ്റ്റോറി ഈസ് മേഡ് അപ്പ് ബിക്കോസ് ഐ ഓൾസോ കോൾഡ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു മാസം പോയില്ല. അപ്പൊ അതേ സമയത്ത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടായ വേറെ പ്ലേയേഴ്സിനെ വിളിച്ചു ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഈസ് ബീൻ കമ്മിങ് ഫോർ പ്ലേയിങ്, മുടക്കാതെ വരുന്നുണ്ട്. മൂഞ്ചി ഇവിടെയാണ് അഖിലണ്ണൻ മൂഞ്ചിയത്. കാരണം അഖിലണ്ണന് ഒരു പെയിനും ഇല്ല, അല്ലെങ്കിൽ പെയിൻ ഉണ്ടെങ്കിൽ തന്നെ വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഈ ബാഡ്മിന്റൺ കളിക്കാൻ അവിടെ വരുന്നുണ്ട് എന്നാണ് ഈ ഡോക്ടർ കുട്ടി പറയുന്നത്. ഡോക്ടർ കുട്ടിയുടെ ഗ്രൂപ്പിൽ അന്വേഷിച്ചപ്പോ അഖിലണ്ണൻ എന്നും ഇവിടെ കളിക്കാൻ വരുന്നുണ്ടെന്ന്. അപ്പൊ അണ്ണൻ ആ പറഞ്ഞതുപോലെ അത്രയും പെയിൻ ഇല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അണ്ണൻ പ്രൊമോഷന് വേണ്ടിയിട്ട് കാണിച്ച ഉടായിപ്പല്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. ഇതിന് ശക്തമായിട്ട് അണ്ണൻ പ്രതികരിക്കണമെന്ന്. അഖിലണ്ണൻ നിങ്ങൾ വിടരുത്. നിങ്ങൾ അന്ന് അവിടെ പോയിട്ടുണ്ടോ ഇല്ലയോ? അണ്ണന്റെ ബാക്ക് പെയിൻ അല്ലല്ലോ, എന്തോ പെയിൻ, ആ പെയിൻ എൽബോ പെയിൻ ആണെന്ന് തോന്നുന്നു. ഏത് പെയിൻ ആയാലും അണ്ണൻ ഒന്ന് തെളിയിക്കണം. അതുപോലെ തന്നെ എനിക്ക് അണ്ണൻ്റെ അടുത്ത് പറയാനുള്ളൊരു കാര്യം, അണ്ണൻ അങ്ങനെ പെയിൻ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ എക്സ്റേയോ സ്കാനോ മറ്റേ MRI എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം എടുത്ത് അണ്ണൻ കാണിക്കണം. വിടല്ല അണ്ണനെ പറ്റിയിട്ട് ഒരു ആരോപണമാണ് എടുത്ത് ഡോക്ടർ കൂട്ടിയിട്ടത്. അണ്ണൻ ഈ വേദന എന്ന് പറഞ്ഞത് കള്ളമെന്നാണ് പറയുന്നത്. ആ സ്ഥിതിക്ക് അണ്ണൻ തെളിയിക്കണം. അണ്ണൻ തെളിയിച്ചാൽ പറ്റത്തുള്ളൂ. അണ്ണൻ വിടല്ലേ, ഇതങ്ങനെ നിസ്സാരമായിട്ട് അണ്ണൻ വിടല്ലേ. പിന്നെ അക്യുപഞ്ചറിനെ പറ്റിയിട്ട് അണ്ണൻ പ്രൊമോട്ട് ചെയ്ത് അണ്ണൻ പഞ്ചറായ അവസ്ഥയാണ് എനിക്കിപ്പോ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ബാക്കി ഡോക്ടർ കുട്ടി പറ, എനിക്ക് ഇഷ്ടപ്പെട്ട സൗണ്ട് ബാക്കി പറ. ഇതും അഖിലിനോട് പറഞ്ഞു, നിങ്ങൾ ഈ ഗോഷ്ടി കാണിച്ച് കാശ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഇടുന്ന പോലെ അല്ല ഇത്. ഇപ്പൊ പേഷ്യൻസ് വെൻ ദേ ആർ സിക്ക് ദേ ആർ വെരി വൾണറബിൾ. അവര് വീക്ക് ആവും, നമ്മൾ കണ്ടിട്ടുണ്ട്. അവര് പേടിച്ചിട്ട്, അപ്പൊ അത് ചൂഷണം ചെയ്യാൻ ഒരിക്കലും പാടില്ല. ഇപ്പൊ എല്ലാവരും നമ്മളെ പോലെ തിങ്കിങ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരിക്കില്ല. എന്ന് വെച്ചിട്ട് ജസ്റ്റ് ഇമാജിൻ, സോറി, ഇപ്പൊ ഐ ഫോളോ ദ ന്യൂസ് വെരി വെൽ. ഈ കഴിഞ്ഞ 2-3 മാസം 4 മാസം മുമ്പ് അല്ലെങ്കിൽ 6 months എത്ര കേസസാ വരുന്നത്. ഇപ്പൊ എവിടെയെങ്കിലും ഒരു മുഴ ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു സ്വെല്ലിംഗ് ഓർ സംതിങ്, അതിന്റെ മുകളിൽ മസാജ് ചെയ്യുമ്പോൾ ആ സോളിഡ് സ്വെല്ലിംഗ് എവിടേക്ക് പോകും?
അപ്പൊ they are actually inflicting more pain on the patient. ഇതൊക്കെ ഇസ് നോട്ട് സൂട്ടബിൾ ഫോർ ഓൾ മാറ്റേഴ്സ്. പിന്നെ എന്റെ അറിവില് ഇപ്പൊ ഞാൻ ആക്ച്വലി ഇഫ് ഐ വുഡ് ഹാവ് ഗോട്ട് വൺ മോർ ഡേ, ഇപ്പൊ നാളെ സാറായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, വി ഹാവ് ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ്. ഇത് ഇറ്റ് ഈസ് എൻ ഇല്ലീഗൽ തിങ് വാട്ട് ഹി ഈസ് ഡൂയിങ്. ഇങ്ങനെ മാജിക് റെമഡീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ആക്ട്, ബെയർ ആക്ടിന്റെ ബുക്ക് എന്റെ കയ്യിലുണ്ട്. ഇവര് ലംഘിച്ച നിയമം ഏതാണെന്ന് കൃത്യമായിട്ട് എനിക്ക് കാണിച്ചു തരാം. ദേ ആർ നോട്ട് സപ്പോസ് ടു പ്രൊമോട്ട് എനിത്തിങ് ദാറ്റ് ഇസ്. ഇപ്പൊ ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട്സ് ആ വീഡിയോയുടെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എഴുതിയേക്കണ 7 ദിവസം കൊണ്ട് തൈറോയിഡ് കുറയ്ക്കാം, ലൈക്ക് ലെസ് ആക്കാം. തൈറോയിഡ് കുറയ്ക്കാന്ന് വെച്ചാൽ തൈറോയിഡ് ഇസ് എ ഗ്ലാൻഡ്. അതെന്താ അവര് ചെറുതാക്കാൻ പോകണം? അതിന്റെ ഒരു അർത്ഥം ഹൗ ഇസ് ഇറ്റ് എ മിറക്കിൾ ദേ ആർ ഗോയിങ് ടു ഫോം ദർ. അപ്പൊ അറിയാത്ത ആൾക്കാർ ഇപ്പൊ ഇങ്ങനത്തെ, ഇമാജിൻ സം പേഷ്യന്റ് ഇസ് എ ക്യാൻസർ പേഷ്യന്റ്, ഇനീഷ്യൽ സ്റ്റേജിൽ ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ദ കറക്റ്റ് ട്രീറ്റ്മെന്റ് they are wasting their time, no? അവിടെ വെറുതെ വെച്ചിട്ട് they are allowing it to progress more and more. പിന്നീട് ഇവര് ഫൈനൽ സ്റ്റേജിലൊക്കെ ആവുമ്പോഴാണ് ശരിക്കുള്ള ഹോസ്പിറ്റലിൽ പോണത്. പിന്നെ ഈ വേദന സഹിക്കണത് ഇപ്പൊ ഞാൻ 2-3 ന്യൂസ്, മനോരമ, മാതൃഭൂമി ഒക്കെ, ഒരു ലേഡി ഉണ്ടായിരുന്നു, മലപ്പുറം ആണോ ഏതോ സ്ഥലം എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഷി വാസ് എ ക്യാൻസർ പേഷ്യന്റ് ആൻഡ് ഷീ ടോൾഡ് ദിസ് ആക്യുപങ്ക്ചറിസ്റ്റ്. സോ ഈ സെന്റർ ഹി ഈസ് പ്രൊമോട്ടിംഗ് ഇറ്റ്സ് ആക്യുപങ്ക്ചർ ആൻഡ് നാച്ചുറോപ്പത്തി. അതിൽ ഈ വീഡിയോയില് ആ ലേഡി പറയുന്നുണ്ട്, ആക്യുപങ്ക്ചർ ചെയ്ത് ഷീ ടോൾഡ് എനിക്ക് വേദന താങ്ങാൻ പറ്റുന്നില്ല. സോ ആക്യുപങ്ക്ചർ ഇസ് ടെല്ലിംഗ് അത് സാരമില്ല, നിങ്ങൾക്ക് തോന്നുന്നതാണെന്ന്. അവർക്കൊരു മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടോ? ഇപ്പൊ ഈ അഖിൽ എന്ന് പറയുന്ന ആള്, ഗ്രീഷ്മ ബോസ് എന്ന് പറയുന്ന ആള്, അവരവരുടെ സ്വന്തം കൊച്ചിനെ ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അത് ന്യായമായ ചോദ്യമാണ്. എന്റെ പൊന്നഖിലെ, നീ എന്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നീ ഒന്ന് കമന്റ് ചെയ്യണം. നിന്റെ കൊച്ചിന് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നീ ഈ അക്യുപഞ്ചർ അടിക്കാൻ പോകുമെന്ന് നീ ഒന്ന് പറയണം. അല്ലെങ്കിൽ നിന്റെ കൊച്ചിന് എന്തെങ്കിലും ഇഷ്യൂ വരുന്ന സമയത്ത് നീ അക്യുപഞ്ചർ അടിക്കാൻ കൊണ്ടുപോകുന്നത് നീ വീഡിയോ എടുത്തിടണം. അത് ന്യായം കേട്ടോ. അത് ന്യായമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ആ ഡോക്ടർ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ഏതാണ്ട് ഒരു 80% ഉടായ്പ രീതിയിലാണ് ഈ ഡോക്ടർ അക്യുപഞ്ചറിനെ പറ്റി സംസാരിക്കുന്നത്. അക്യുപഞ്ചർ എടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാ അസുഖങ്ങൾക്കും എല്ലാത്തിനും ട്രീറ്റ്മെന്റ് ഉണ്ടെന്നാണ് അവർ പറയുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ പറയൂലേ. ഇപ്പം ഞാൻ നാളെ ഒരു ഡോക്ടറായാലും പറയും, ഞാൻ ആയുർവേദോ മെഡിസിനോ മറ്റേതോ ഏതോ മറിച്ചതായാലും പറയും ട്രീറ്റ്മെന്റ് ഉണ്ട് ബാ എന്ന് പറഞ്ഞ് ഏതെങ്കിലും മരുന്ന് എടുത്ത് കൊടുക്കുമായിരിക്കും. അങ്ങനെയാണ് ഞാൻ വ്യാജ ഡോക്ടറായില്ലേ. അതുപോലെയാണ് ഏതാണ്ടൊക്കെ പറയുന്നത്. അപ്പം ഈ അക്യുപഞ്ചറിൽ എല്ലാ അസുഖങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ചികിത്സയുണ്ട് എന്നുള്ള രീതിയിലാണ് ഏതാണ്ടൊക്കെ പറയപ്പെടുന്നത്. പക്ഷെ ഉടായ്പകളാണെന്നും പറയുന്നുണ്ട്. ഈ അക്യുപഞ്ചർ അനലിസ്റ്റിക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തതിനെ പറ്റിയിട്ട് എനിക്ക് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരണം കേട്ടോ. പഠിക്കാന്നേ, നമുക്ക് വല്ല അക്യുപഞ്ചർ അടിക്കാണ്ടെങ്കിൽ അടിക്കാന്നേ. അപ്പൊ അക്യുപഞ്ചർ അടിക്കാൻ സ്വന്തം കൊച്ചിന് അഖിലും ഗ്രീഷ്മ ബോസും കൂടി കൊണ്ടുപോകുമോ? നല്ല ഒന്നാം തരം ചോദ്യം. ഇതിനുള്ള ഉത്തരം ഒന്ന് പറയണം. എന്നാലും കൈസിന്റെ വീഡിയോ വന്ന സ്ഥിതിക്ക് അഖിൽ അതിന് താഴെ പോയിട്ടൊരു കമന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ കമന്റ് ഒന്ന് വായിക്കാം. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്തത്? ഒരാളുടെ ഭാഗം മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എന്നോട് കൂടി കാര്യം അന്വേഷിക്കാമായിരുന്നു. നിങ്ങളുടെ നമ്പർ ചോദിച്ച് ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എന്റെ ഭാഗം കൂടി കേൾക്കൂ. പിന്നെന്ത് കേൾക്കാല്ല, ഞാനിവിടെ വെറുതെ ഇരിക്കുകയല്ലേ. അതിന്റെ ആവശ്യമില്ല. അക്യുപഞ്ചർ അശാസ്ത്രീയ ചികിത്സാ രീതി തന്നെയാണ്. ആൾക്കാരെ ഊംഫിച്ച് ജീവിക്കാതെ ബ്രോ എന്ന് പറഞ്ഞ് അതിന് താഴെ വേറെ ആരോ കമന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് താഴെ വീണ്ടും അഖില്, ഞാൻ ആ വീഡിയോ എവിടെയാണ് അക്യുപഞ്ചർ ട്രീറ്റ്മെന്റിനെ പറ്റി പറയുന്നത്? ഞാൻ അവിടെ പോയത് ഒഴിച്ചിലിനാണ്. ആയുർവേദിക് ട്രീറ്റ്മെന്റ് അറ്റവും മൂലവും അറിയാതെ ആരെയും എന്തേലും പറയുന്നത് കേട്ട് വീഡിയോ ചെയ്ത് ഇവനുള്ള മറുപടി ഇതും വിശ്വസിച്ച് കമന്റ് ഇടുന്ന നിങ്ങൾക്കുള്ള മറുപടി നാളെ തന്നെ തരുന്നതാണ്. അക്യുപഞ്ചർ ഇവന് വട്ടപ്പേരും വീഴുന്നല്ലോ അക്യുപഞ്ചർ എന്ന്. അപ്പൊ നമ്മൾ അഖിലളിയും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ട്രീറ്റ്മെന്റിനെ കുറിച്ചൊന്നുമല്ല പറയുന്നത്, ഞാൻ മറ്റേ ഒഴിച്ചിലിനും പിഴിച്ചിലിനുമാണ് പോയെന്നാണ് പറയുന്നത്. ആ സ്ഥിതിക്ക് നമ്മൾ അഖിലാണ് പറഞ്ഞ ഒന്നുകൂടി നമുക്ക് കേൾക്കാം. ഹലോ, കഴിഞ്ഞ 8 മാസമായി സ്ഥിരമായി ബാഡ്മിന്റൺ കളിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ജിമ്മിൽ വെറുതെ കാണിച്ചൊരു കുന്തളിപ്പിന്റെ പേരിൽ കൈക്ക് ഇഞ്ചറിയും പറ്റി ഒരുപാട് ദിവസം എനിക്ക് കളിക്കാതിരിക്കേണ്ടി വന്നു. വേദന ഒട്ടും മാറാതായപ്പോൾ ഗ്രീഷ്മയുടെ ഫ്രണ്ട് മുമ്പ് ട്രീറ്റ്മെന്റ് എടുത്തുന്ന ഒരു ക്ലിനിക്കിലേക്കാണ് ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം ഈ ഒരു ബോർഡ് അവിടെ കണ്ടതുകൊണ്ടാണ്. ആളുകൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല രോഗങ്ങൾക്കും ഇവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഡോക്ടർ. എന്റെ വേദന 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിത്തരാന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ ഫസ്റ്റ് ഡേ ട്രീറ്റ്മെന്റ്
കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ കൈയുടെ വേദന പകുതി മുക്കാലോളം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. വിട്ടുമാറാത്ത വേദന ഉള്ളവർക്ക് ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഡീറ്റോക്സിഫിക്കേഷനും ട്രൈ കപ്പും ഒഴിച്ചിലും സ്റ്റീം ബാത്തും അടങ്ങുന്ന പാക്കേജിന് ഇവിടെ വെറും 1500 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിംഗ് ആയിട്ടുള്ള കൈറോപ്രാക്ടിക് ട്രീറ്റ്മെന്റും ഇവിടെയുണ്ട്. മെയിൽ ആൻഡ് ഫീമെയിൽ ഡോക്ടേഴ്സിന്റെ സർവീസ് അവൈലബിൾ ആണ്. ഇവരുടെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. വേദന ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്തേക്കും. ട്രീറ്റ്മെന്റും കഴിഞ്ഞ് 3 ദിവസം റെസ്റ്റും കഴിഞ്ഞ് ഞാൻ വീണ്ടും കളിക്കാൻ കയറിയിട്ടുണ്ട്. എനിക്കിപ്പോൾ എൽബോ സപ്പോർട്ടൊന്നും ഇല്ലാതെ സുഖമായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഈ ക്ലിനിക്കിന്റെ ലൊക്കേഷൻ വരുന്നത് ആലുവയിൽ നിന്ന് നോർത്ത് പറവൂരിലേക്ക് പോകുമ്പോൾ മന്നം ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് മെഡിസിന ആയുർവേദിക് ക്ലിനിക്. ഓക്കെ, ഇവിടെ ഈ എളിയം പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അക്യുപഞ്ചറിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെ പല രോഗങ്ങൾക്കും ട്രീറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളൊരു പോയിന്റ് അവൻ പറയുന്നുണ്ട്. അതുപോലെ ഞാനിവിടെ മെയിനായിട്ട് കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇതിനോളം പ്രശ്നമൊന്നും ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇവന്റെ കൂടെ ബാഡ്മിന്റനൊക്കെ അവിടെ കളിക്കുന്ന ടീമിലുള്ള ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഇവൻ ഇങ്ങനത്തെ ഒരു സാധനത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നാണ് ഡോക്ടർ പറയുന്നത്. എന്തുപാടെ നിങ്ങൾ എല്ലാവരും ആദ്യം ഒരു 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 ഇതിലെത്ത്, നിങ്ങളൊക്കെ പരസ്പരം അടിച്ച് തീർക്ക്, നിങ്ങൾ എന്താണ് സംഭവം. അപ്പൊ ഇതൊക്കെയാണ് സംഭവം. എന്തായാലും ഇത്രയും കേട്ട സ്ഥിതിക്ക്, ഈ കമന്റ് ഇട്ട സ്ഥിതിക്ക് നമുക്ക് ബാക്കി ഡോക്ടർ പറയുന്ന കൂടി കേൾക്കാം. ഡോക്ടർ പറയുന്ന കേട്ടിട്ടാണ് എനിക്ക് വേറൊരു കമന്റിൽ പോകാനുള്ളത്. അവിടെയാണ് ഈ അക്യുപഞ്ചർ ഊഫലും കഞ്ഞിയാകുന്ന അവസ്ഥയിലോട്ട് പോകുന്നത്. മക്കളെ കാണാം. പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവൻ ഒറ്റ ഒരു ദിവസം ഞങ്ങൾ കളിക്കാൻ പോകുന്ന സ്ഥലം ആൽവിൻസ് ബാഡ്മിന്റൺ അക്കാഡമിയാണ്. കല്ലൂർ സ്റ്റേഡിയത്തിന്റെ അകത്ത് തന്നെയാണ്. സാറ് വേണമെങ്കിൽ അവിടെ ഞാൻ 2-3 ആൾക്കാരുടെ നമ്പർ ഞാൻ തരാം. ഇവൻ ഒരു ഒറ്റ ദിവസം മുടക്കിയിട്ടില്ല, അവൻ അവിടെ പോയിട്ടുണ്ട്. ഇതൊക്കെ വെറുതെ സ്റ്റോറിയാണ്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഗ്രൂപ്പിൽ നമ്മളെ കൊണ്ട് ഇങ്ങനെ വീഡിയോ ഇടിപ്പിച്ചതാണ്. സോ വി വർ തിങ്കിങ് വൈ ഹി മേഡ് ദിസ് വീഡിയോ. ഇഫ് ദാറ്റ് വാസ് ഡൺ മീൻസ് ഹി ഷുഡ് നോട്ട് ബി ഏബിൾ ടു പ്ലേ, നോ? യെസ്. പിന്നെ ഇവർ കൊച്ചു ഇപ്പൊ ജനിച്ച പിള്ളേര് ഹി വിൽ നോട്ട് ടേക്ക് ടു ദിസ്. അവര് നല്ല പഠിപ്പും വിവരമുള്ള പീഡിയാട്രിഷ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോകുള്ളൂ. പക്ഷെ ബാക്കിയുള്ള സാധാരണ ആൾക്കാര് അവര് ദേ ആർ ഡയറക്ടിങ് ദം ടു ദീസ് കൈൻഡ് ഓഫ് ഡിസാസ്ട്രസ് ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി. അതായത് ഇപ്പൊ എന്ത് കാണിച്ചിട്ട് പൈസ കിട്ടിയാൽ മതി എന്നുള്ള മൈൻഡ് സെറ്റ് ആണ്. And after that what he did, no, he contacted me today morning and he is telling me that എന്താ ഡയന സ്റ്റോറി നമ്മുടെ കയ്യിൽ നിന്ന് ഹൈഡ് ചെയ്തിട്ട് ഇട്ടല്ലോ ഇങ്ങനെയെന്നൊക്കെ. എന്താ പറയാ, ഞാനിത് പ്രൊമോഷന് വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നോ ഇവൻ 5 പൈസ കിട്ടാതെ ഇവിടുന്ന് അങ്ങോട്ട് അനങ്ങാത്ത ഒരാളാണ്. വി നോ ഹിം ഇൻ അവർ ദാറ്റ് ഗ്രൂപ്പ് ആൻഡ് ബാഡ്മിന്റൺ ദിസ് തിങ് ആൻഡ് പ്രൊമോഷന് ചെയ്തതല്ല. ഞാൻ അവിടെ ചികിത്സയ്ക്ക് പോയി. സോ ഐ ഗോട്ട് ഓക്കെ ഇറ്റ് സീംസ്. ഞാനൊന്നും മിണ്ടാൻ പോയില്ല. ബിക്കോസ് ഉള്ള കാര്യം എവറിബഡി നോസ് ദാറ്റ് ഹി ഹാസ് ഒരു ദിവസം മുടക്കാതെ ബാഡ്മിന്റൺ കളിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു കഥ പോലെ ഉണ്ടാക്കിയിട്ട് സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ നല്ലതാണ്. പക്ഷെ ഈ സ്റ്റോറി ടെല്ലിങ്ങിൽ പബ്ലിക് സേഫ്റ്റി അഫക്ട് ചെയ്യുന്നത് ചെയ്യാൻ പാടില്ല കാശിന്. ഇപ്പൊ ഇതുപോലെ തന്നെ വേറൊരു ഇൻഫ്ലുവൻസർ ഉണ്ടായിരുന്നു, ആഫ്രി എന്ന് പറഞ്ഞിട്ട്. സോ ഷീ പുട്ട് വൺ വീഡിയോ ലൈക്ക് ഇന്റിമേറ്റ് ഹൈജീൻ വാഷ്. നമ്മൾ ഫേസ് വാഷ് ഉപയോഗിക്കുന്ന പോലെ അവിടെ എല്ലാ ദിവസവും അതും യൂസ് ചെയ്യണമെന്ന്. ഈ നാട്ടിൽ ഒരു ഗൈനക്കോളജിസ്റ്റ്, ഈ ലോകത്തൊരു ഗൈനക്കോളജിസ്റ്റ് ഒരിക്കലും ആ പ്രോഡക്റ്റ് റിക്കമെൻഡ് ചെയ്യില്ല. ബിക്കോസ് വി ആർ നോട്ട് അലൗഡ് ടു യൂസ് ഇറ്റ്. അത് ആ കുട്ടി തന്നെ സോറി പറയുന്നുണ്ട്. ഷീ ഈസ് ബീയിങ് എ ഡോക്ടർ, ഷീ ഈസ് ഡൂയിങ് ദീസ് തിങ്സ്, യുനോ. സോ അതിന്റെ അടിയിലുള്ള പോസ്റ്റ് എല്ലാം കമന്റ്സ് വായിച്ചാൽ മതി. പക്ഷെ അവർ ആ പോസ്റ്റ് എടുത്ത ദേ വിൽ നോട്ട് ടേക്ക് ഡൗൺ ദാറ്റ് പോസ്റ്റ്. ബിക്കോസ് അവർക്ക് അതിൽ കാശ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കാശ് കിട്ടുന്ന പേരില് ഇങ്ങനെ ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുക അല്ലെങ്കിൽ മിസ്ഗൈഡ് ചെയ്യുക. ഇപ്പൊ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു അമ്മ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഇവരതിന് അത് കഴിഞ്ഞിട്ട് ഇവരുടെ അഡ്രസ് ഒന്നും ഉണ്ടാവില്ല. സോ ഇറ്റ് ഈസ് എ വെരി ഡേഞ്ചറസ് തിങ് ആക്ച്വലി. പിന്നെ കുറെ കൂടി ഡീറ്റെയിൽസ് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞു, എന്നോട് കാണിക്കാതെ ഇങ്ങനെയൊക്കെ ഞാൻ പോസ്റ്റ് ഇടാൻ പാടുണ്ടോ, ഞാൻ അതും കൂടി ഷെയർ ചെയ്യാം സാറിന്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ഇത് എന്റെ പ്രൈവറ്റ് അക്കൗണ്ട് ആണ്. ആൻഡ് എനിക്കിപ്പോ നിന്നെ അറിയാം, ഐ നോ യു, but that does not mean that when you do something wrong I should support you. ഇത് not only you are doing something wrong in society, many people will be affected. ഇപ്പൊ ഒരു ഹാർട്ട് പേഷ്യന്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാർ ഹീസ് ടെല്ലിങ് ഈ ഡോക്ടറാണ് എന്നെ ചികിത്സിച്ചതെന്ന്. ഇന്ത്യ ഡസ് നോട്ട് റെക്കഗ്നൈസ് ആക്യുപഞ്ചർ ആൻഡ് നാച്ചുറോപ്പത്തി ആസ് ഡോക്ടർ, രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ അല്ല. പിന്നെ ഒന്ന് സാർ ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് പറയിപ്പിച്ച് ഒന്ന് വിചാരിച്ചു, ഒരു റോഡിലൊരു ആക്സിഡന്റ് ഉണ്ടെങ്കിൽ ഈ നാട്ടുകാർ ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കപ്പിങ്ങും സൂചി ഇട്ടിട്ട് ഇലക്ട്രിസിറ്റി, അതായത് ഈ റിയോസ്റ്റാറ്റ് വഴി കറണ്ട് പാസ്സാ ചെയ്യണ്ടേ? മനുഷ്യന്മാരുടെ അവസ്ഥ എന്തായിരിക്കും? ഇതൊന്നും അവര് ചിന്തിക്കുന്നില്ല. ഇറ്റ്സ് ആക്ച്വലി വെരി ഡേഞ്ചറസ്. ആൻഡ് വാട്ട് സ്റ്റോറി ഹീസ് മേഡ് അപ്പ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം ഓക്കെ ആയി, എന്നിട്ട് ഞാൻ ഇപ്പൊ കളിക്കാൻ വരുന്നുണ്ട്. ആക്ച്വലി നൗ ഹീസ് പ്ലാനിങ് നോട്ട് ടു കം ഫോർ സം ടൈം. ദിസ് ഈസ് ഓൾ ബ്ലഫിംഗ് ഓർ സ്പൂഫ്. ആൻഡ് അതിന്റെ അടിയിലുള്ള കമന്റ്സ് തന്നെ വായിച്ചാൽ അറിയാം ഇങ്ങനൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ വേറൊരു ന്യൂസും കൂടി ഉണ്ടായിരുന്നു സാർ. അത് ഏതൊരു ഭാഗത്ത് തന്നെ ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട്. ഞാൻ 5ാമത്തെ പ്രസവമായപ്പോ
ഒരു ലേഡിയെ കൊണ്ട് ഇങ്ങനെ ആക്യുപങ്ചർ വഴി പ്രസവിപ്പിക്കാൻ നോക്കിയിട്ട് ഇത് എത്ര ന്യൂസ് ഉണ്ട് നോൺ സ്റ്റോപ്പ്. എത്ര പേര് മരിക്കണം ഇങ്ങനെ അഞ്ചന്മാർക്ക് ഒരു ബോധം വരാനായിട്ട്. പിന്നെ കുറെ നമ്മുടെ നാട്ടിൽ, ഞാൻ മുമ്പ് ഗൾഫിലായിരുന്നു, നാട്ടിൽ ഇവിടെ കുറെ ചെറിയ മനസ്സുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ഇവൻ ഇതിൽ പറയണ, എന്റെ അടുത്ത് അയച്ച മെസ്സേജിൽ പറയാണ്, ഇയാള് ചിലവർക്ക് സൗജന്യമായിട്ട്, അതായത് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതും അല്ലെങ്കിൽ ചെറിയ വിലയിൽ ചെറിയ കാശിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത് പ്രൊമോട്ട് ചെയ്തതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, വിഷം പോയിസൺ ആൾക്കാർക്ക് ഫ്രീ കൊടുത്താ എന്ന് വെച്ചിട്ടാ പോയി അത് കളക്റ്റാ ചെയ്യുക, അത് പോയി എടുക്കുക ചെയ്യുക. അല്ലെങ്കിൽ എന്താ പറയാ, ഫ്രീ ചികിത്സയാണെന്ന് വെച്ചാൽ മനുഷ്യന്മാരെ ഗിനിപിക്സ് ആയിട്ട്, മീൻസ് എക്സ്പെരിമെന്റ്, ലബോറട്ടറിയിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്ന പോലെ മനുഷ്യന്മാരെ അങ്ങോട്ടേക്ക് അയക്കുക ചെയ്യുക. വൈ യു ആർ ഡയറക്ടിങ് പീപ്പിൾ ലൈക്ക് ദിസ് ഫോർ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്? നിങ്ങളുടെ സ്വന്തം കൊച്ചിനെ നിങ്ങൾ ഒരിക്കലും അങ്ങോട്ടേക്ക് കൊണ്ടുപോയില്ല. ഇവന്റെ ഭാര്യ പ്രസവിച്ചതോ അല്ലെങ്കിൽ ഇവന്റെ വേറെ ഒരു മെഡിക്കൽ കണ്ടീഷന് അവിടെ ആയിരിക്കില്ല പോണത്. പിന്നെ എന്തിനാ ഇങ്ങനെ ബാക്കിയുള്ളവരെ മിസ്ലീഡ് ചെയ്യണത് അല്ലെ മിസ്ഗൈഡ് ചെയ്യണത്? പിന്നെ എന്നോട് പറയാ, പലവരും ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അവർ ഇതിൽ കൂടി ഹൂ ഇസ് ദിസ് പലവരും. ഇവന്റെ ഇപ്പൊ ഒന്നും വേണ്ട, പോലീസുകാർ ഇവന്റെ കോൾ ഡീറ്റെയിൽ റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസം മുടങ്ങാതെ കല്ലൂർ സ്റ്റേഡിയമിൽ ഇവൻ കളിക്കാൻ പോയിട്ടുണ്ടാവും. അത് അവന് ഹൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ എത്ര പേരുണ്ട് അവിടെ. ആ ബാഡ്മിന്റൺ കോർട്ടിന്റെ ഓണറിന്റെ നമ്പർ ഞാൻ തരാം, നമ്മുടെ ഗ്രൂപ്പിലുള്ള ബാക്കി കുറെ പേരുടെ നമ്പർ ഞാൻ തരാം. അഖിൽ സ്ഥിരമായിട്ട് അവിടെ കളിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് പോസ്റ്റ് ചെയ്തപ്പോൾ എന്നെ മൂപ്പിക്കാൻ വരാം, ഭരിക്കാൻ വരാം. ഞാൻ പറഞ്ഞു, നീ ഐ ഡോണ്ട് കെയർ, ഐ എം മച്ച് ഓൾഡർ ടു യു. നീയല്ല, ഞാൻ അറിയുന്ന ആളാണെങ്കിലും അറിയാത്ത ആളാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഐ വിൽ പോസ്റ്റ്. ദെൻ ഈ സെല്ലിംഗ്, നീ MBBS ഡോക്ടർ ആയിക്കൊണ്ട്, ഐ എം നോട്ട് MBBS, ഐ എം BDS, ഡെന്റിസ്റ്റ് ആണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ അപ്ഗ്രേഡഡ് മൈ സ്റ്റഡീസ് ഇൻ മെഡിക്കൽ ലോ ആൻഡ് റിസർച്ച്. അപ്പോൾ വാട്ട് യു ആർ ഡൂയിങ് ഇസ് ഇല്ലീഗൽ, ഇറ്റ്സ് നോട്ട് കറക്റ്റ്, ഡോണ്ട് ഡു ഇറ്റ്. അപ്പൊ അത്രേ പറയാനുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ദിസ് ഇസ് ആക്ച്വലി വെരി ഡേഞ്ചറസ്. എനിക്കിപ്പോ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലേക്ക് ഇതൊക്കെ ഒന്ന് അറിയിക്കണം എന്നുണ്ട്. ഓക്കെ, കേട്ടല്ല, ഡോക്ടർ പറയുന്ന കാര്യങ്ങളാണ്. ഈ അക്യുപഞ്ചറും ടയർ പഞ്ചർ ഒട്ടിക്കുന്ന പരിപാടിക്കൊന്നും നിൽക്കില്ലെന്നാണ് നമ്മളെ ഡോക്ടർ പറയുന്നത്. ഡോക്ടർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ടൊക്കെ മിക്കവാറും അഖിൽ ഏറി പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അവൻ ഒഴിച്ചിലും പിഴിച്ചിലാണ് പോയെന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ഇട്ടിട്ടുണ്ട്, അതായത് കൈസിന്റെ വീഡിയോയിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ സാധനം പ്രൊമോട്ട് ചെയ്തിട്ട് പല ചികിത്സയ്ക്ക് ഇവിടെ പറ്റുമെന്നുള്ള രീതിയിൽ നീ ഒരു സാധനം ആ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നീ ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോ മുക്കി എന്ന് പറയുന്നുണ്ട്. ശരി തന്നെയാണ്, ഉള്ളത് തന്നെ. നാട്ടുകാർ പറയുന്നതാണോ ഇനി മുക്കിയതാണോ എന്തോ ദൈവത്തിനറിയാം. പോട്ടെ, ഇനി ഞാനൊരു കമന്റ് ഒന്ന് വായിക്കാം. എന്റെ ബ്രദർ ക്യാൻസർ വന്ന് ഒരു കോഴിക്കോടുള്ള ഒരു നായിന്റെ മോൻ അക്യുപഞ്ചർ ചെയ്തു. നമ്മളൊന്നും പറഞ്ഞിട്ട് കേട്ടില്ല, അവരുടെ വാക്ക് കേട്ടിരുന്നു, ഒരുപാട് വേദന സഹിച്ചു മരിച്ചുപോയി. കേട്ടല്ലോ, ഇതൊരു കമന്റാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, ഈ അക്യുപഞ്ചറും ടയർ പഞ്ചറും ഒട്ടിക്കുന്ന പരിപാടിയൊന്നും കൊള്ളൂലെങ്കിൽ ദയവ് ചെയ്ത് ആ പരിപാടിക്കൊന്നും പോവാതിരിക്കുക. അല്ലാണ്ട് വല്ല നാറികളും വന്ന് പ്രൊമോട്ട് ചെയ്തെന്ന് വെച്ചും കൊണ്ട് നിങ്ങൾ കേട്ടും കൊണ്ട് കൊഴിയിലും പഴക്കി എടുത്തൊന്ന് പോകാറില്ല. ഞാനൊരു കാര്യം പറയാം, ദയവ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റീസ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങാനും പോലെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥലത്തും പോകാനും നിൽക്കില്ല. ഉള്ള കാര്യം പറയാടെ, അത്രയ്ക്ക് കേടുകേടാണ്. അവർക്ക് പൈസ കിട്ടുന്നു, അവർ ചെയ്യുന്നു. ഇവിടെ ഇപ്പൊ ഈ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു, അവൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞെന്ന് അവൻ പ്രൊമോഷൻ ചെയ്തതല്ലെന്ന്, പിന്നെ ഗീരവത്തി ചെയ്തതാണ്. എടാ അഖിലെ, നീ ആ പറഞ്ഞത് പച്ചക്കള്ളമാണ്. നീ പ്രൊമോഷൻ ചെയ്തതാണെന്ന് ആ വീഡിയോ കാണുന്നത് യാതൊരുത്തനും മനസ്സിലാവും കേട്ടാ. അതുകൊണ്ട് നീ പ്രൊമോഷൻ ചെയ്തതല്ലെന്ന് മാത്രം പറയരുത്, ഞാൻ നമ്പത്തില്ല. ഓക്കെ, നീ പ്രൊമോഷൻ നീയോ ചെയ്ത് എന്നിട്ട് നീ നാട്ടുകാരത് കാണിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അതിൽ പ്രത്യേക എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ നീ പറഞ്ഞിരുന്നെങ്കിൽ വീണ്ടും കുഴപ്പമില്ല. നീ പഞ്ചറൊട്ടിക്കാൻ പോയതാണെന്നെങ്കിലും പറഞ്ഞിരുന്നത്. പക്ഷെ നീ ഭയങ്കര വേദന കാണും, കളിക്കാൻ പറ്റാതെ നിന്നപ്പം പോയതുപോലത്തെ രീതിയിലാണ് നിന്റെ വർത്തമാനം. എന്നാൽ നീ എന്നും അവിടെ പോയെന്നും പറയുന്നുണ്ട്. ആ സ്ഥിതിക്ക് നീ പറഞ്ഞത് പച്ചക്കള്ളമല്ലേ? നാട്ടുകാരുടെ കണ്ണിൽ നീ പൊടി കിട്ടിയില്ലേ? അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നോക്കിയും കണ്ടൊക്കെ പ്രൊമോട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇതുപോലെ മുഞ്ചും. പിന്നെ അതിന്റെ സത്യാവസ്ഥ ഇതുപോലെ കുത്തിപ്പൊങ്ങി വരുമ്പോൾ എന്നെ പൊന്നളിയാൻ നീ നാണം കെടും. ഇപ്പൊ നീ പറഞ്ഞിട്ടുള്ള ഒരു പച്ചക്കള്ളമാണ്. പച്ചക്കള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ഓഡിയൻസിനെ നീ പറ്റിച്ചത് രീതി എങ്ങനെയാ? നീ എന്നും ബാഡ്മിന്റൺ കളിക്കാൻ അവിടെ പോയിട്ട് നിനക്കൊരു ഗുരുവില്ലാതെ നീ പോയിട്ട് നീ അക്യുപഞ്ചർ അടിക്കുന്ന ആ സ്ഥലത്ത് പോയിട്ട് ആ സ്ഥാപനം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നീ അവിടെ കിടന്ന് കുറെ കോപ്രായങ്ങൾ കാണിച്ചു അല്ലേ? അതാണ് അവിടെ ചെയ്തിട്ടുള്ളത്, അതാണ് നീ അവിടെ കാണിച്ചത്. അതുകൊണ്ടാണ് നിനക്ക് ഈ അവസ്ഥ വന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഇത് പല അഖിലന്മാരുടെയും കുഴപ്പമാണ് കേട്ടോ, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ജനങ്ങളടുത്ത് പറയാനുള്ളത്, യുവന്മാരെ പോലെയുള്ളവന്മാരെ പ്രൊമോട്ട് ചെയ്യുന്നതും കണ്ടും കൊണ്ട് ഒരിടത്തും പോവാതെ നിൽക്കുക, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കൂടുതലൊന്നും പറയാനില്ല. ബാക്കി ഇനി ഡോക്ടറും അഖിലും ഗ്രീഷ്മ ബോസും ഒക്കെ പ്രതികരിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇതിന്റെ ഇടയിൽ കയറി നമുക്കൊരു വരാമെന്നേ. അപ്പോൾ പുതിയൊരു വീഡിയോ ഇടണം. ബൈ.